എറണാകുളം നെട്ടൂരിൽ 10 വയസ്സുള്ള 2 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമെന്ന വീട്ടുകാരുടെ പരാതി. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങിയ കുട്ടികളെയാണ് വഴിയിൽ തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത്. പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും നാളെ കൂടുതലായി പരിശോധിക്കാമെന്ന് പറഞ്ഞ് മടങ്ങിയെന്ന് രക്ഷിതാക്കൾ ആരോപിക്കുന്നു. ആദ്യം പ്രതികരണത്തിൽ. പിള്ളേര് രണ്ടുപേരും കൂടി ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിനകത്തോട്ട് ഓടിക്കയറുകയാണ് ചെയ്തപ്പോഴേക്കും എന്നിട്ട് പറഞ്ഞു, ഉമ്മി ആരോ ഞങ്ങളെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഷോളൊക്കെ ഇട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേക്കും ഒരു ബൈക്കിനാണ് റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട്, ഹെൽമെറ്റും ഉണ്ട്, മാസ്കും ഉണ്ട്. പുള്ളി അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ പിള്ളേർ വന്ന വഴിയിലോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നെ കണ്ട പാടെ പുള്ളി വണ്ടി എടുത്തിട്ട് പോവുകയും ചെയ്തത്. ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുവായിരുന്നു. ആ സമയം ഞങ്ങൾ ഇങ്ങനെ പേടിപ്പിച്ചത്. അയാൾ പറഞ്ഞ് ഞങ്ങളാദ്യം ഇറങ്ങി വന്നു. ആ സമയം പറഞ്ഞ് നിങ്ങൾക്ക് മുട്ടായി വേണമെന്ന് ആദ്യം ചോദിച്ചു. പറഞ്ഞു നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ തട്ടിക്കൊണ്ട് കൊണ്ടുപോകുന്നു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചായ ഉണ്ടാക്കി തരാൻ ഡ്രോപ്പ് ചെയ്യാനൊക്കെ പറഞ്ഞു. വൃത്തിയുടെ കാണിച്ചു. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. അമല, ബൈക്കിലെത്തിയ ഒരാൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് കുടുംബത്തിന്റെ പരാതി. എന്താണ് വിശദാംശം? സുഹൈൽ, ഇന്ന് 6 മണിയോട് കൂടിയാണ് ഈ ഒരു സംഭവം എറണാകുളം നെട്ടൂരിൽ ഉണ്ടാകുന്നത്. കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങേറെ ഈ ഒരു മെയിൻ റോഡിൽ നിന്ന് കുറച്ചധികം നീങ്ങി ഇടവഴിയായിട്ടുള്ള ഒരു ഇടമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നമ്മൾ അവിടെ നിന്നും അല്പം മാറിയാണ് നിൽക്കുന്നത്. ഏതായാലും ഈ കേസിന്റെ അന്വേഷണത്തെ ഒന്നും യാതൊരു തരത്തിലും ബാധിക്കരുത് എന്നതുകൊണ്ടാണ് ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് മാറി നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഈ കുട്ടികൾ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഇരുചക്ര വാഹനത്തിൽ മാസ്ക് ധരിച്ച് റെയിൻകോട്ട് ഇട്ട് വന്ന ഒരാളാണ് കുട്ടികളെ ഭീഷണിപ്പെടുത്തിയതും മിഠായി നൽകി പ്രലോഭിപ്പിക്കാൻ നോക്കിയതും. കുട്ടികൾ വരുമ്പോൾ തന്നെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തി കുട്ടികൾക്ക് മുൻപിൽ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് കുട്ടികൾ ഓടി മാറാൻ ശ്രമിച്ചെങ്കിലും നിങ്ങൾക്ക് മിഠായി വേണമോ എന്ന് ചോദിച്ച് ഈ കുട്ടികളുടെ പിന്നാലെ കൂടുകയായിരുന്നു. ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഈ കുട്ടികൾക്ക് മുന്നിലേക്ക് എറിഞ്ഞ മിഠായി ഇവർ എടുത്തിട്ട് ഇതിലൊരു കുട്ടി അതിവിദഗ്ധമായിട്ട് ഇയാളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു മിഠായി കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങി തൊട്ട് പിന്നിലുണ്ടായിരുന്ന വാനിന്റെ ഭാഗത്തേക്ക് ഇയാൾ പോയ സമയം കൊണ്ട് ഈ കുട്ടികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് നേരെ വീട്ടിലേക്ക് കയറുകയായിരുന്നു ഉണ്ടായത്. തുടർന്ന് മാതാപിതാക്കൾ പുറത്തിറങ്ങി നോക്കുകയായിരുന്നു. ഏതായാലും കുട്ടിയുടെ പിതാവിന്റെ അടക്കം ആരോപണങ്ങൾ പോലീസിനെതിരായിട്ടാണുള്ളത്. പോലീസ് ഈ കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നൊരു ആരോപണം കുടുംബത്തിനുണ്ട്. അതേസമയം തൊട്ടടുത്തുള്ള CCTV ദൃശ്യങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്പസമയത്തിനുള്ളിൽ CCTV ദൃശ്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. സുഹൈൽ, അമൽ സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.